ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു നാടൻ സ്റ്റൈൽ ചെമ്മീൻ കിഴിയുടെ വീഡിയോ ആണ് ചെയ്യുന്നത്. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, 4 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ഗാർലിക് പേസ്റ്റ്, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 തണ്ട് കറിവേപ്പില, 2 വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത്, 1 കപ്പ് തേങ്ങാപ്പാൽ, 1/2 കിലോ ചെമ്മീൻ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ചെമ്മീൻ കിഴിക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇവ ചേർത്ത് ചെമ്മീൻ 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചെമ്മീൻ നമുക്ക് ചെറുതായി ഒന്ന് വറുത്തെടുക്കാം. പകുതി വേവിൽ ചെമ്മീൻ പൊരിച്ച് മാറ്റി വെക്കുക. അതേ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് ഉലുവ പൊട്ടിക്കുക. കറിവേപ്പിലയും ഇഞ്ചി ഗാർലിക് പേസ്റ്റും ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അരിഞ്ഞു വെച്ച വലിയുള്ളി ചേർത്ത് ബ്രൗൺ കളറാവുന്നവരെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും ചേർക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ഇവ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. നമ്മളെ മസാല ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള 1/2 മുറി തേങ്ങയുടെ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് 5 മിനിറ്റ് കുറുക്കിയെടുക്കുക. ചെമ്മീൻ കിഴിയുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വാഴയിലയിലേക്ക് മാറ്റാം. വാഴയില ആദ്യം ഒന്ന് വാട്ടിയെടുക്കണം. ഈ വാഴയിലേൻ്റെ നടുഭാഗത്തുള്ള തണ്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ കിഴി കെട്ടാൻ ഉപയോഗിക്കുന്നത്. ഉള്ളിയും തക്കാളിയും റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി അടിയിൽ വെക്കുന്നുണ്ട്. ഇതിന് മുകളിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ മസാല ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് ആ തണ്ട് വെച്ചിട്ട് കെട്ടി കൊടുക്കാം. ഒരു മൺചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂവിക്കൊടുക്കാം. ചൂടായതിനു ശേഷം കിഴി നമുക്ക് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഇത് അടച്ചു വെച്ചിട്ട് സിമ്മിലിട്ട് വേവിക്കാം. ചെമ്മീൻ കിഴി റെഡി ആയിട്ടുണ്ട്. നമുക്കത് തുറന്ന് നോക്കാം. ഇനി നല്ല സ്മെല്ല് വരുന്നുണ്ട്. ആ വാഴയിലേൻ്റെയും ചെമ്മീൻ്റെയും വെളിച്ചെണ്ണേൻ്റെയും കൂടി നല്ല സ്മെല്ല് വരുന്നുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാതെ. അപ്പം നമ്മുടെ ചെമ്മീൻ കിഴി റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്